പത്തനംതിട്ടയിൽ വീണ്ടും കാട്ടാൻ ആക്രമണം. ചിറ്റാർ നീലിപ്പിലാവിൽ വീട് തകർത്തു. തേക്കുതോട് മൂർത്തിമൺ പ്രദേശത്തും കാട്ടാൻ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇത് പത്തനംതിട്ടയിൽ പതിവായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മൂർത്തിമണ്ണിൽ ഒരാളുടെ വീട്, അജി എന്നയാളുടെ വീട് പൂർണ്ണമായും കാട്ടാന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് അജിയും വീട്ടിലെ ആളുകളും മാറിയത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടത്. സമാനമായ രീതിയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ കാട്ടാന ചിറ്റാർ മേഖലയിലേക്കും കടന്നു വന്നിരിക്കുന്നത്. ഒറ്റക്കൊമ്പൻ തന്നെയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആ ഒരു വീടിന്റെ ഒരു പകുതി ഭാഗവും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും പൂർണ്ണമായി കാട്ടാന നശിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഈ ശബ്ദം കേട്ട് അവിടെ നിന്ന് മാറുകയായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം ഈ മേഖലയിൽ നിലയുറപ്പിച്ച ശേഷമാണ് ഈ ഒറ്റക്കൊമ്പൻ മടങ്ങിയത്. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസത്തേതുപോലെ ഇത്തരത്തിൽ മൂർത്തിമൺ മേഖലയിലും ഈ പറയുന്ന കാട്ടാന വന്നിരുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതിനുശേഷം ഇന്നലെ കാട്ടാന പ്രദേശത്ത് വ്യാപകമായി തോതിൽ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും നാട്ടുകാർ വനപാലകർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. വനപാലകർ ഈ ആനകളെ കാട്ടിലേക്ക് തുരത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കാട്ടിൽ വെള്ളം, കിടങ്ങുകൾ അടക്കം സ്ഥാപിച്ച് വെള്ളം കൊടുത്താൽ സ്വാഭാവികമായി ഇത് മാറ്റിയെടുക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.